നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ. 2024 ശനിയാഴ്ച ദിവസം ജനിച്ച വ്യക്തിക്കും എങ്ങനെയായിരിക്കും, 2024 ശനിയാഴ്ച ജനിച്ച വ്യക്തികൾക്ക് എങ്ങനെയാണ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. ശനി എന്നുള്ള ഗ്രഹം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇഴച്ചിലുകൾ ഉണ്ടാക്കും. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, പക്ഷെ മടി. നിങ്ങളെ കുഴപ്പമല്ല കേട്ടാ. നിങ്ങൾ ഈ ശനി എന്നുള്ളൊരു ഗ്രഹം എവിടെ നിൽക്കുന്നു എന്ന് ജാതകത്തിലൊന്ന് നോക്കണം. ഇപ്പോൾ 1ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്, നിങ്ങൾ വെറും കുഴിമടിയന്മാരായിരിക്കും. 2ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ധനപരമായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കുറവായിരിക്കും. 3ാം ഭാവത്തിലാണെങ്കിൽ നമ്മളെ കൂട്ടുകാരൊക്കെ നമ്മളേന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനെ ഓരോ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശനിയെ കൊണ്ട് നമുക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ശനി അത്രയ്ക്ക് മോശപ്പെട്ട ഗ്രഹമാണോ? അല്ല, ശനി നല്ല ഗ്രഹം തന്നെയാണ്. പക്ഷേ ശനിയുടെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കി ശനിയെ പൂജിക്കണം. ഇപ്പം നമുക്ക് ശനി ജാതകവശാൽ ഒരു 19 വർഷമുണ്ട്. ഈ ശനിയുടെ സമയത്ത് ജോലി കിട്ടിയവരുണ്ട്, വിവാഹം നടന്നവരുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്. അതേസമയം ഈ ശനിയുടെ കാലത്ത് കഷ്ടത ഉണ്ടായിട്ടുള്ളവരുണ്ട്, വാഹന അപകടം ഉണ്ടായിട്ടുള്ളവരുണ്ട്, മരണപ്പെട്ടവരുണ്ട്. രണ്ടും ഒരു ഗ്രഹമല്ലേ? നമ്മുടെ ജാതകവശാൽ ശുഭഗ്രഹവും ശനിയും നിൽക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ കുറച്ച് സംഭവിക്കാം. രണ്ടും നീചഗ്രഹങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മളെടുക്കുന്ന എല്ലാ പ്രവർത്തികളും തെറ്റാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം. അപ്പം ശനിയാഴ്ച നമ്മൾ ഒരു ശുഭകർമ്മങ്ങൾക്കും സാധാരണ എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ പട്ടാളത്തിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വന്നവർ എന്ത് ചെയ്യാറുണ്ട്? ഈ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ വിവാഹം കഴിക്കാറുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മന്ദത ഉണ്ടാകും. ഇപ്പോൾ ശനിയാഴ്ച വിവാഹം കഴിച്ചവർ ഇപ്പം ആദ്യം ഒരു വിവാഹമൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ ദിവസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ വിവാഹം കഴിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാകും. അന്ന് നിങ്ങൾ ഈ 2 ജാതകം എടുത്തുകൊണ്ട് പോറ്റിയെടുത്തിയല്ലോ. അപ്പോൾ അന്നേരം ഈ പോറ്റി പറയും, നിങ്ങൾ ശനിയാഴ്ച കെട്ടിയതുകൊണ്ടാണ് കുഴപ്പം. അന്നേരം നമ്മൾ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ശനിയാഴ്ച ദിവസം കല്യാണം കഴിച്ചതുകൊണ്ടോ ഒന്നുമല്ല. ഈ ശനി എന്ന് പറയുന്ന ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നാണ്. എല്ലാം ഇഴഞ്ഞേ നീങ്ങും. ആ ഇഴച്ചിൽ പോലെ നമ്മുടെ ജീവിതത്തിലും തൊഴിലിലും വിവാഹത്തിലൊക്കെ വരും. ഇപ്പോൾ 2024 ശനിക്ക് ഇത്തിരി പ്രൗഢിയുള്ളൊരു വർഷമാണ്. ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ മടി കുറച്ച് മാറി കുറച്ചൊരു പകുതി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്പീഡപ്പായിട്ട് നടക്കും. അപ്പം ശനി സ്പീഡപ്പായിട്ട് നിൽക്കുമ്പം നിങ്ങൾ പിറകിലോട്ട് നിൽക്കരുത്. നിങ്ങൾ കുറച്ച് ശനിയെക്കാട്ടി മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ശനിയാഴ്ച ദിവസം ജനിച്ച സ്ത്രീയായാലും പുരുഷനായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മേൽഗതികൾ ഉണ്ടാകും. ആ ഗ്രഹത്തിനെയോ ദിവസത്തിനെയോ പഴിച്ചുകൊണ്ടിരുന്ന് നമ്മൾ നമ്മുടെ ഒരു ദിവസം പാഴാക്കാതിരിക്കുക. വിവാഹ സംബന്ധമായിട്ട് ഇപ്പോൾ കുംഭരാശിയിലോ അല്ലെങ്കിൽ മകരരാശിയിലോ ഒക്കെ ജനിച്ചവർക്ക് ഇപ്പോൾ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ്. വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ശനീശ്വരന് നമ്മൾ കൂടുതൽ നെയ്വിളക്ക്, സ്വയംവര അർച്ചന. അപ്പം സാധാരണഗതിയിൽ ശനീശ്വരന് സ്വയംവര അർച്ചനയൊന്നും ആരും കഴിപ്പിക്കാറില്ല. അല്ലെങ്കിൽ ഇവൻ ഇതൊന്നും അറിഞ്ഞുകൂടെ എന്നൊക്കെ ഇപ്പം ഈ വീഡിയോ കാണുന്നവർ ചോദിക്കുക, അല്ലെങ്കിൽ കമൻസൊക്കെ ഇടും. ശനിക്കും സ്വയംവര അർച്ചന ചെയ്യാം, ശനിക്കും സ്വയംവര മന്ത്രം എടുക്കാം. ഇതിനൊന്നും യാതൊരുവിധ തെറ്റുമില്ല. സ്വയംവര മന്ത്രം എന്ന് പറയുന്നത് ആകർഷണ മന്ത്രമാണ്. ശനിയെ വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ശനിക്ക് സ്വയംവര അർച്ചന കഴിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കാര്യം നമ്മൾ ചില വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം പലരും കമൻ്റ് ഇടാറുണ്ട്, ഇവന് ഭ്രാന്താണ്, ഇവൻ്റെ വീഡിയോസൊക്കെ എന്താണ് ഇവൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. നെഗറ്റീവായിട്ട് എടുക്കുന്നവർക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത് ചെയ്ത് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാനിത് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് സമയം മോശം വരുന്നത് എന്തിട്ടാണ്? നിങ്ങളുടെ ഗ്രഹത്തിൻ്റെ പിഴയോ അല്ലെങ്കിൽ ജാതകവശാലോ ഉള്ള ദോഷം കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ എന്നും ക്ഷേത്രത്തിൽ, ഞാനൊരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്, ഒരു മേജർ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്.
ഒരുപാട് പേര് വന്നിട്ട് പറയും, പോറ്റി എനിക്ക് പൈസ ഇല്ല, ഞങ്ങൾ എന്നും കടബാധ്യതയിലാണ്, എന്ത് ചെയ്യാം? ശരിക്കും എന്താണ് ഇത്? ഭഗവാനെ മാത്രം പഴിക്കേണ്ട കാര്യമാണ്. അച്ഛനമ്മമാർ നമ്മളെ പഠിക്കാൻ വിട്ടു, അന്നേരം നമ്മൾ പഠിച്ചുമില്ല, ജോലി വാങ്ങിച്ചുമില്ല. ഈ പ്രായത്തിൽ നമുക്കിനി ധനം വേണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാ? അപ്പോൾ നമുക്ക് ആ ഒരു മേഖല നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത് എന്താണോ അതിനുള്ള പോംവഴി അതിലേക്ക് ശ്രമിക്കുക. അതാണ് പറഞ്ഞത്, പകുതി മന്ത്രവും പകുതി നമ്മളും ശ്രമിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ശനി എല്ലാം തരുന്നൊരു ഗ്രഹമാണ്, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി തരും. ഈ ശനിയെ നമ്മൾ മോശപ്പെട്ട് കണ്ടാൽ ശനി നമുക്ക് തിരിച്ച് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ശനിയാഴ്ച ജനിച്ചവർ ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ചും ശനിയാഴ്ച നീരാഞ്ജനം, എള്ളുതിരി, എള്ളുകിഴി, നെയ്വിളക്കൊക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പിച്ചിപ്പൂമാല, പിച്ചിപ്പൂവിൽ അർച്ചന, മുല്ലപ്പൂ, വെളുത്ത പുഷ്പം കൊണ്ട് അർച്ചന, ഭഗവാന് എള്ളു പായസം, എള്ളുതിരി, ഇതൊക്കെ കഴിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ 2024 തീർച്ചയായും ഉണ്ടാകും. കാരണം ശനി നിൽക്കുന്നത് ഇപ്പോൾ അത്രയും നല്ലൊരു ഗ്രഹത്തിലാണ്, അല്ലെങ്കിൽ രാശിയിലാണ്. അത് ശനിയാഴ്ച ദിവസം ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ തീർച്ചയായും ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ ശനി മേടൻ രാശിയിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ശനി മീനൻ രാശി നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മീനൻ രാശിയിൽ ജനിച്ച വ്യക്തികളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ശനി 12ലാണ്, നമുക്ക് കുറച്ച് കഷ്ടതകൾ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ നക്ഷത്രവും രാശിയും ലഗ്നരാശിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാനീ പറയുന്നത്. ബാക്കി നിങ്ങളെ അടുത്തുള്ള നല്ലൊരു ആസ്ട്രോളജിയെ കാണിക്കുക. കണ്ട് നമ്മുടെ ജോലി കാര്യമായാലും ധനപരമായിട്ടുള്ള കാര്യങ്ങളായാലും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായാലും വസ്തുപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ജാതകം പരിശോധിച്ചാൽ മാത്രമേ അത് പറയാൻ സാധിക്കൂ. കാരണം ശനി എന്നുള്ളൊരു ദിവസത്തിന് അത്രയേറെ പ്രത്യേകതയുണ്ട്. അത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ജാതകം പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിലൊരു നിഗമനത്തിലെത്തുക. അതിനുള്ള അർച്ചനകളും വഴിപാടുകളും ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പം നീരാഞ്ജനം എന്ന് പറയുന്നത് ശാസ്താവിനോ ശനിക്കോ മാത്രമുള്ളതല്ല, എല്ലാ ദേവന്മാർക്കും ഉള്ളതാണ്. അപ്പം ഈ ശനി നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനപ്പെടുത്തി ആ രാശിയുടെ അധിപന് നീരാഞ്ജനം കഴിപ്പിച്ചാലും ശനിദോഷം കുറച്ച് മാറിക്കിട്ടും. അപ്പം ശനിയാഴ്ച ദിവസം ജനിച്ച നിങ്ങൾക്ക് 2024 എല്ലാ വർഷത്തെ കാര്യം ഞാൻ പറഞ്ഞു, 2024 വളരെ ഉത്തമമായിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇതൊരു പോസിറ്റീവ് റിവ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ശനീശ്വരനെ ഒന്ന് മുറുകെ പിടിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ ജീവിതം വളരെ ഉത്തമമായിരിക്കും. വേറെ ഒരു ക്ഷേത്രത്തിൽ പോവുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ശനി നിങ്ങൾക്ക് അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ തരും. അപ്പോൾ എല്ലാവർക്കും ശനീശ്വരൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.